ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാനൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിട്ട് അതെങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ കാര്യങ്ങൾ എന്നറിയണ്ടേ. അപ്പം ഞാൻ എൻ്റെ ഹൗസ് വാമിങ്ങിന് ഇതെൻ്റെ അമ്മച്ചി വാങ്ങി തന്നതാണ്, നമ്മുടെ ഹെവൽസിൻ്റെ മിക്സി. ഞാൻ തന്നെ പോയി വാങ്ങിയതാണ്, പൈസ അമ്മച്ചി തന്നിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്, ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോർമൽ മിക്സി അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനൊരു സന്തോഷം കൂടെ ഞാൻ പങ്കുവെക്കുന്നത്. അപ്പം നല്ല എളുപ്പം, അത്ര എനിക്ക് പറയാനുള്ളൂ. ചപ്പാത്തി ഇഷ്ടംപോലെ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് പാടുള്ള പണി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും പരത്തലും നല്ല പാടുള്ള പണി തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ കുഴയ്ക്കൽ എന്നുള്ള സാധനത്തിൽ നിന്ന് നമുക്ക് ഇത് ഭയങ്കരമായിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നമുക്ക് സവാള അരിയാനായാലും വേറെ പച്ചക്കറികൾ അരിയാനായാലും ഇഷ്ടം പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് 2 മിനിറ്റ് പോലും വേണ്ട, കുറച്ച് സെക്കൻഡ്സ് മാത്രം മതി, നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്, അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യം കാണിച്ചു. ഇത് മിക്സി, പിന്നെ 5 ജാർ വേറെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കുന്നില്ല ഇതിൽ. പിന്നെ അതിനിടയിൽ മോൻ വന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും കണ്ടോ, ഇതുണ്ടാവും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇതിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഫുഡ് പ്രോസസ്സറിൻ്റെ സംഭവം ഇതാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ ഈ സാധനം ഫിറ്റാക്കാം. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇടക്കിടക്ക ചക്കൻ വരില്ല വീഡിയോ എടുക്കുക കേട്ടിട്ട്. ഇതിൻ്റെ മൂടി, ഇതിനുള്ളിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. ഇതിങ്ങനെ വെക്കാം, ഇതിവിടെ അടച്ചു വെക്കാം. അതായത് നമുക്ക് പച്ചക്കറിയൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി പോവുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും, ഇതാണ് ഇവിടെ വെക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ബ്ലേഡ് വന്നിട്ട് ഇതാണ് കേട്ടോ. നമ്മുടെ ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കാനും അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ പത്തിരിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ നൂലപ്പൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കുഴയ്ക്കാനും മടക്കി കുഴയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കട്ടയ്ക്ക് കുഴക്കാനൊക്കെ ഈ ഒരു ഇത് ബ്ലേഡല്ല, ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമാണ് കറങ്ങുന്നത്, കുഴയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാനുള്ള പൊടി എടുത്ത് കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ അതേ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കുള്ള പൊടി, പിന്നെ നമ്മുടെ ഉപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഒരു പൊടിക്ക് ചിലർ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കുള്ള പൊടി ആദ്യം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇതിൽ വെറുതെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ബ്ലേഡ് ഇല്ലേ, ആ ബ്ലേഡ് ഇതാ വെറുതെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. സോറി, ഇങ്ങനെ ഇട്ടാൽ മതി, കണ്ണടിയിൽ പോയി വീണോളൂ കേട്ടോ. കണ്ടോ, ഉണ്ടോ? ഇത്രയുള്ള പരിപാടി, വേറെ ഫിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊടി ഇടാം. നമുക്ക് എത്രത്തോളം പൊടിയാണ് ആവശ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊടി ഇടാം. ഇവിടെ അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട്. എന്താ തീല, 1 മിനിറ്റ് കേട്ടോ. കണ്ടോ, പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊടി മുഴുവൻ വേണ്ടവർ ഗൈസ്. അപ്പോൾ ഈ പൊടി മുഴുവൻ നമ്മളിടാം. നീല അവിടെ കയറിക്കാൻ, പിന്നെ ഇത് കുഴക്കാൻ അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ അമ്മ നീ വന്നോ പറഞ്ഞു കൊടുക്കണേ, അമ്മ പറഞ്ഞു കൊടുക്കണം. അപ്പം നീ ബുദ്ധിമുട്ടിക്കരുത്. നമുക്ക് പൊടി കഴിഞ്ഞ് കുറച്ച് കുഴക്കാനുള്ളത് മാത്രം നമുക്ക്, അല്ല നമ്മൾ പരത്താൻ ഉള്ളത് മാത്രം നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ബാക്കിയുള്ളത് കുറച്ച് ഉപ്പും കൂടി ഇടാട്ടോ ഗൈസ്. അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പ്. ചപ്പാത്തിക്ക് ഉപ്പ് വേണോ അത്ര ഉപ്പ്, ചപ്പാത്തിക്ക് ഉപ്പ് വേണ്ട അതിട കേട്ടോ. നീല ഞാനൊരു കുറച്ച് ഇങ്ങനെ ഓയിൽ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും, കുറച്ചാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മളത് ഇട്ടിട്ടുണ്ട്, സ്ഥലം മാറ്റിയിട്ടുണ്ട് കേട്ടോ, അടുക്കളയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അവിടെ പ്ലഗ് കുത്താനുള്ള ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ടിതാ ഇതിൻ്റെ ഈ മൂടി ഇങ്ങനെ ടൈറ്റാക്കി വെക്കാം. സാധാരണ നമ്മളിങ്ങനെയാണ് മിക്സിയുടെ മൂടി അടയ്ക്കുന്നത്, അതുപോലെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ ആക്കി വെക്കുന്നു. ഈ ഒരു സംഭവം നമ്മൾ ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഉണ്ടോ, ഇത് വെക്കില്ലേ? അപ്പോൾ അതേ ഇത് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മൂടി തുറന്നിട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇത് എടുത്തിട്ടും വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ ഇത് എടുത്തിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ എന്നെ സഹായിക്കാൻ അവിടെ കുടുംബം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളം തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. വേണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഞാനതിങ്ങനെ ഒറ്റയടിക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ നോക്കിയിട്ട് അങ്ങനെ ഒഴിക്കാറാണ് പതിവ്. എന്നിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുന്നു. നമ്മളത് സ്വിച്ച് ഓൺ ആക്കും.
തുറന്ന് നോക്കുക വെള്ളം മതിയോ വെള്ളം പോരായിക്കുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അത് വെള്ളം പോരായിക്കുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് പോരായിക്കുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒഴിക്കാം. ചിലപ്പോൾ അതിൽ ഒഴിക്കും, ചിലപ്പോൾ തുറന്ന് ഒഴിക്കും കേട്ടോ. അപ്പോൾ അതേ വീണ്ടും ഉണക്കുന്നു. നമുക്കൊരു 2 minutes വെക്കേണ്ട വരും കേട്ടോ. അതിന് കാണുന്നില്ലേ? ഇവനിടക്കിടക്ക് തുറന്നു നോക്കണം ഗൈസ്. കണ്ടോ ഇതായി വരുന്നുണ്ട്. അപ്പൊ ഈ പൊടിയായിട്ട് ഇങ്ങനെ പറന്ന് വരുന്നില്ലേ, അതിങ്ങനെ ഫുള്ളായിട്ട് ഒരു ഉരുണ്ടയായിട്ട് വരുന്നത് വരെ ഇതൊന്നും അടിയും കേട്ടോ. വെറുതെ കൂട്ടൂല കേട്ടോ. ഇവ സമ്മതിക്കുള്ള കേസ്. അപ്പം സംഭവം ഓക്കെയാണ്. ഇത്ര മതി, ഇത്രയായാലും മതി. സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് സംഭവം. പിന്നെ നിങ്ങൾ കൈ മാത്രമല്ലേ കൈ വൃത്തികേടാവുള്ളൂ എന്ന് അധികം ഒന്നുമില്ല. ഇത് ഈസി ആയിട്ട് നമുക്ക് കഴുകാം. പൈപ്പിന് ചോളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ വെറുതെ ഒന്ന് ഉരച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഈസി ആയിട്ട് അത് വൃത്തിയായിട്ട്. അപ്പൊ ആ പരിപാടി പേടിക്കും വേണ്ട. അപ്പൊ ഗൈസ് നോക്കിയാൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കണം. നോക്കിയാൽ കണ്ടോ, നല്ല അടിപൊളിയിട്ട് നമ്മള് കുഴച്ചാൽ നോക്കിയാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് സാധനം കിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് സംഭവം കിട്ടും കേട്ടോ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 minute ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. അതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് പൊതുവിലെ ഉണ്ടാക്കാറ് കേട്ടോ. സത്യം പറയാലോ അടിപൊളി സാധനമാണ്. നമുക്ക് ബീട്രൂട്ടൊക്കെ ഉണ്ട്. എത്ര നേരം ഇരുന്നിട്ടാണ് റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അതുപോലെ നമ്മുടെ സവാള അറിയാൻ വേണ്ടിയിട്ട് ബിരിയാണിയോ ചിക്കനൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സുഖമായിട്ട് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഈ സാധനം ആവട്ടെ. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ മിക്സി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഞാൻ ഈ ഒരു സാധനം സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആയാലും ഫുഡ് പ്രോസസ്സറുള്ള മിക്സി വാങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കൊക്കെ ഓടിയിട്ട് ഒരുമിച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ പണി പെട്ടെന്ന് തീരും. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചെക്കം വന്ന് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വേഗം നിർത്തുന്നത്. അപ്പോൾ ബൈ ബൈ ടാറ്റാ. പറ ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണേ. ആ